ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന ത്രില്ലർ പ്രണയ നോവലാണ്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോവലിലേക്ക് പോയാലോ. വിജയലക്ഷ്മി സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വലിയ കാറ് ഗേറ്റ് കടന്ന് കയറി വന്ന് മുറ്റത്ത് നിന്നത്. മുടിയും മീശയും ഭംഗിയായി ഡേ ചെയ്ത് കറുപ്പിച്ച ഒരു മധ്യവയസ്കരാണ് ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത്. ആളിനെ പെട്ടെന്ന് വിജയലക്ഷ്മിക്ക് മനസ്സിലായി. ചെട്ടിക്കുളങ്ങരയിലുള്ള രാമചന്ദ്രൻ, സുരഭിയെ കല്യാണം ആലോചിക്കുന്ന റിട്ടയർഡ് കോളേജ് പ്രൊഫസർ രാഹുൽ പറഞ്ഞ കക്ഷി. രണ്ടാമതിറങ്ങിയത് അയാളുടെ ഇളയളിയൻ ബ്ലോക്ക് ഓഫീസിൽ ജോലിയുള്ള പ്രകാശൻ. പത്രം എറിഞ്ഞു കളഞ്ഞിട്ട് വിജയലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റു. അധ്യായം 5. ഫ്രെയിമില്ലാത്ത കണ്ണട ഒന്ന് നേരെയാക്കിയിട്ട് പ്രൊഫസർ രാമചന്ദ്രൻ പുഞ്ചിരിയോടെ സിറ്റൗട്ടിലേക്ക് പടികയറി ചെന്നു. അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് വിജയലക്ഷ്മി. ചേച്ചിക്കെന്നെ മനസ്സിലായോ? രാമചന്ദ്രനെ ഞാൻ, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ചെട്ടിക്കുളങ്ങരയിലെ രാമചന്ദ്രൻ, എനിക്ക് നിന്നെ അറിയത്തില്ലെന്നാണോ വിചാരം? ഉള്ളിലുണ്ടായ അന്വേഷണം മറച്ചു വെച്ചാണ് വിജയലക്ഷ്മി സംസാരിച്ചത്. രാഹുൽ അന്നങ്ങനെ പറഞ്ഞെങ്കിലും അവൻ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണമല്ലോ. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഇങ്ങോട്ടൊന്ന് വരണമെന്നും ചേച്ചിയെ കാണുമെന്നും. ഓരോരോ തിരക്കുകൾ കാരണം നീണ്ടുപോയി. ഇന്നെന്തായാലും രാവിലെ ഇങ്ങോട്ടേക്ക് പോന്നു. അയാളെ ഉള്ളിലേക്ക് വിളിച്ചിരുത്തി സംസാരിക്കണോ അതോ സിറ്റൗട്ടിലിരുത്താൽ മതിയോ എന്ന് വിജയലക്ഷ്മി ഒരു നിമിഷം ആലോചിച്ചു. രണ്ടായാലും സുരഭി വരുന്നതിന് മുമ്പ് പറഞ്ഞു വിടണം. എന്താ രാമേന്ദ്ര കാര്യം? അവർ ചോദിച്ചു. ചേച്ചിയുടെ അനിയത്തിയുടെ മോൻ്റെ കാര്യം സംസാരിക്കാനാണ്. രാഹുലിൻ്റെ കാര്യമോ? അവനെ വല്ല കല്യാണാലോചിക്കുവാണോ അതോ വല്ല ജോലിക്കാര്യത്തിനോ? അകത്തേക്ക് വിളിക്കാമെന്ന് തന്നെ വിജയലക്ഷ്മി തീരുമാനിച്ചു. വാ, അകത്തോട്ടിരിക്കി. അയാളെ അവർ ക്ഷണിച്ചു. രാമചന്ദ്രൻ്റെ നിഴൽ പോലെ പ്രകാശം പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ അളിയൻ പ്രകാശനല്ലേ അത്? എവിടെ ജോലി? അറിയാമായിരുന്നെങ്കിലും വിജയലക്ഷ്മി ചോദിച്ചു. ബ്ലോക്ക് ഓഫീസിലാ, മുതുകുളത്ത്, അയാൾ പറഞ്ഞു. 3 പേരും അകത്തേക്ക് കയറി. രാമചന്ദ്രനും പ്രകാശനും ഡബിൾ സെറ്റിയിലും വിജയലക്ഷ്മി എതിർവശത്ത് സിംഗിൾ സെറ്റിയിലിരുന്നു. സുരഭിയില്ലേ ഇവിടെ? സാധാരണ മട്ടിൽ രാമചന്ദ്രൻ തിരക്കി. ഇല്ല, അവളൊരു കല്യാണത്തിന് പോയേക്കുവാ. എവിടാ? ഹരിപ്പാടാണോ? അല്ല, കരുവാറ്റയിൽ. നമ്മുടെ ബന്ധത്തിലുള്ള ആരുടെയെങ്കിലും ആണോ? ആണെങ്കിൽ എനിക്കും ക്ഷണം കാണുമായിരുന്നല്ലോ, അയാൾ പറഞ്ഞു. തുടരെയുള്ള ആ ചോദ്യം വിജയലക്ഷ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ല, അവളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മോളുടെയോ മോൻ്റെയോ അങ്ങനെ ആരുടെയാണെന്ന് തോന്നുന്നു. ഉടനെ ഒന്നും വരത്തില്ലായിരിക്കും അല്ലേ? രാമചന്ദ്രൻ്റെ സ്വരത്തിൽ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു. അതറിയത്തില്ല. നീ വന്ന കാര്യം പറ രാമചന്ദ്ര, അരിശം പുറത്തു കാണിക്കാതെ വിജയലക്ഷ്മി ആവശ്യപ്പെട്ടു. ചേച്ചിക്കറിയാലോ, എൻ്റെ മക്കൾ അനൂപും ആശയും കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ സെറ്റ് ചെയ്തിരിക്കുക. അവരവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കിപ്പോൾ ബിടെക് കഴിഞ്ഞ ഒരു എൻജിനീയറെ വേണം. നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ എന്ന് അവർ എന്നോട് വിളിച്ചു ചോദിച്ചു. എനിക്കപ്പം ജയശ്രീയുടെ മോൻ രാഹുലിൻ്റെ കാര്യം ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച ഞാൻ. അത് കേട്ടപ്പോൾ വിജയലക്ഷ്മിക്ക് താല്പര്യമായി. രാഹുലിനിപ്പോൾ ചിലവ് കാശ് കിട്ടുന്നില്ല. ജോലി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് എൻജിനീയർ ആണെന്ന് പറയാലോ എന്ന് വിചാരിച്ചാണ് ജിതിൻ്റെ കൂടെ പോകുന്നത്. അമേരിക്കയിൽ എൻജിനീയറാണെന്ന് പറഞ്ഞാൽ സ്ഥിതി അങ്ങ് മാറിയില്ലേ? ഘാതയെ ധൈര്യമായിട്ട് ചോദിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർക്ക് അമേരിക്കയിൽ ഉപരിപഠനത്തിന് നടത്തുകയും ചെയ്യാം. നല്ല ശമ്പളം കിട്ടും അല്ലേ രാമചന്ദ്ര? ശമ്പളം മാത്രമല്ല, താമസിക്കാൻ വലിയ വീടും പിന്നെ കാറും ചെലവും. ഡോളറിലല്ലേ ശമ്പളം? അതൊട്ടും കുറയാതെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യാം. അപ്പോഴാണ് വേറൊരു കാര്യം വിജയലക്ഷ്മിക്ക് ഓർമ്മ വന്നത്. ഈ കാര്യം പറയാൻ രാമചന്ദ്രൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ജയശ്രീയുടെ വീട്ടിൽ ചെന്ന് രാഹുലുമായിട്ടല്ലേ സംസാരിക്കേണ്ടത്? പക്ഷെ രാഹുൽ ഇവിടെ അല്ലല്ലോ താമസം. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിജയലക്ഷ്മി ചോദിച്ചു. ജയശ്രീയുടെ മോനാണ് രാഹുൽ എന്നറിയാത്തത് കൊണ്ടല്ല ഞാൻ വിജയമ്മ ചേച്ചിയെ കാണാൻ വന്നത്. ജയശ്രീ എനിക്ക് പരിചയമില്ലല്ലോ, അതാ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒറ്റ മോനായതുകൊണ്ട് രാഹുലിനെ അമേരിക്കയ്ക്ക് വിടാൻ ജയശ്രീക്ക് മടി കാണും. പക്ഷേ വിജയമ്മ ചേച്ചി പറയുന്നത് പോലെ ജയശ്രീ ചെയ്യൂ എന്നെനിക്കറിയാം. ചേച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ. അയാൾ പറഞ്ഞത് വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടു. രാമചന്ദ്രന് ആളുകളെ അറിയാം. അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട.
അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. മായ അപ്പോൾ വന്ന് തല കാണിച്ചു. വിജയലക്ഷ്മി അത് കണ്ടു. ചായ എടുക്കണോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ വരാം. വിജയലക്ഷ്മി എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. ഈ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ നമ്മൾ പെട്ടുപോകൂടാ? ചെറിയ പരിഭ്രമത്തോടെ രാമേന്ദ്രൻ ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇത്രയും നേരം ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത്. നേരെ പെണ്ണ് ചോദിച്ചിരുന്നെങ്കിൽ ആ തള്ള അപ്പോൾ തന്നെ നമ്മളെ വെളിയിലാക്കി കയറ്റടച്ചാനെ. ശബ്ദം താഴ്ത്തി പ്രകാശം പറഞ്ഞു. പക്ഷെ സുരഭിയൊന്ന് കാണാൻ പോലും പറ്റാതെ തിരിച്ചു പോകേണ്ടി വരുമല്ലോ. വീട്ടിൽ കാണുമല്ലോ എന്ന് വിചാരിച്ചാ ഞായറാഴ്ച നോക്കി വന്നത്. അത് സാരല്ല, എൻ്റെ ബുദ്ധി ഫലിക്കാതെ പോകത്തില്ല ചേട്ടാ. നമ്മളിനി ചേട്ടന് വേണ്ടി സുരഭി ചേച്ചി കല്യാണം ആലോചിക്കുമ്പോൾ വിജയലക്ഷ്മി ചേച്ചി അനുകൂലമായി നിൽക്കും. അനുജത്തിയുടെ മോനെ അമേരിക്കയിൽ അയക്കണ്ടേ? അല്ലെങ്കിൽ ചേട്ടൻ നോക്കിക്കോ, ആത്മവിശ്വാസത്തോടെ പ്രകാശം പറഞ്ഞു. പക്ഷേ സുരഭി താല്പര്യപ്പെട്ടില്ലെങ്കിലോ? അതായിരുന്നു രാമേന്ദ്രൻ്റെ മറ്റൊരാശങ്ക. എന്താ താല്പര്യപ്പെടാതിരിക്കാൻ കാരണം? ചേട്ടൻ അവരെക്കാളും 10 വയസ്സ് കൂടുതൽ കാണുമായിരിക്കും. പക്ഷേ കാണാൻ ചേട്ടൻ അത്രയും തോന്നുകയില്ല. മാത്രമല്ല, നല്ല പേഴ്സണാലിറ്റിയാണ് ചേട്ടന്. ഏത് സ്ത്രീയാ ഒരാൺകുട്ട ആഗ്രഹിക്കത്തെ? അത് കേട്ടപ്പോൾ രാമേന്ദ്രന് സമാധാനമായി. ഒരു ട്രേയിൽ 2 കപ്പ് ചായയുമായിട്ട് മായ വന്നു. പിന്നാലെ വിജയലക്ഷ്മി. ചായയ്ക്ക് മധുരം വേണമെന്ന് ചോദിക്കാൻ മറന്നു. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, മധുരമാവാം, എനിക്ക് ഷുഗറും കൊളസ്ട്രോളും BP ഒന്നുമില്ല ചേച്ചി. റിട്ടയർ ചെയ്തെങ്കിലും ചെറുപ്പക്കാരുടെ ആരോഗ്യം എനിക്ക്. രാമേന്ദ്രൻ പറഞ്ഞു. അത് കേട്ട് മായ ചിരിയമർത്തി. 2 പേർക്കും ചായ കൊടുത്തിട്ട് അവളെ സ്ഥലം വിട്ടു. സുരഭിയുടെ മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ചായ കുടിക്കുന്നതിനിടയിൽ ലോഹ്യം ചോദിക്കുന്ന മട്ടിൽ രാമേന്ദ്രൻ ആരാഞ്ഞു. പിന്നില്ലേ, അവളെ ഡോക്ടർ പരീക്ഷ പാസ്സായി. അവളിപ്പം അവിടെ തന്നെ ഹൗസ് സർജനാണ്. 6 മാസം കൂടി ഉണ്ട്, വിജയലക്ഷ്മി പറഞ്ഞു. സുരഭിക്ക് അധികം പ്രായമൊന്നും ആയില്ലല്ലോ. വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മോള് കല്യാണപ്രായമായി നിൽക്കുമ്പോഴാണോടാ അമ്മയ്ക്ക് കല്യാണം? അവൾക്കങ്ങനെ ഒരു വിചാരമേ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളാരും സമ്മതിക്കത്തുമില്ല. അവൾ ഞങ്ങളുടെ ഗിരിയുടെ ഭാര്യ. ഇനി വേറൊരുത്തരും അവളുടെ കഴുത്തിൽ താലികെട്ടാൻ പറ്റത്തില്ല. ഉറച്ച സ്വരത്തിൽ വിജയലക്ഷ്മി പറഞ്ഞു. രാമേന്ദ്രനും പ്രകാശനും പരസ്പരം ഒന്ന് നോക്കി. ഇനി ഇരുന്നിട്ട് കാര്യമില്ലെന്ന് 2 പേർക്കും മനസ്സിലായി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക. 2 പേരും എഴുന്നേറ്റു. അപ്പോൾ രാഹുലിൻ്റെ കാര്യം? വിജയലക്ഷ്മി ചോദിച്ചു. ഞാൻ മക്കളോടൊന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് വിവരം അറിയിക്കാം, രാമേന്ദ്രൻ പറഞ്ഞു. എന്നാൽ ചെന്നാട്ടെ, പരിഹാസത്തോടെ വിജയലക്ഷ്മിയും. 2 പേരും ചെന്ന് കാറിൽ കയറി. അവളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ പ്രകാശ, കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു. ഞായറാഴ്ച വീട്ടിൽ കാണുമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ കല്യാണം ഉണ്ടെന്ന് ആരറിഞ്ഞു? നമുക്കിനി വേറെ വഴിക്ക് ശ്രമിച്ചു നോക്കാം ചേട്ടാ, പ്രകാശൻ അയാളെ ആശ്വസിപ്പിച്ചു. ആ മൂദേവി സ്ത്രീ ഒന്നിനും സമ്മതിക്കത്തില്ലടാ. എന്തിനാ അവിടെ സുരഭി വീട്ടിൽ താമസിക്കേറ്റിപ്പിച്ചേക്കുന്നതെന്ന് എനിക്ക് ചൂലെടുത്ത് അടിച്ചിറക്കി വിടാൻ പറയണം. സാരമില്ല ചേട്ടാ, നമുക്കൊരു ദിവസം ആ ചേച്ചി ഓഫീസിൽ ചെന്ന് കാണാം. ഉള്ള കാര്യം നേരിട്ടങ്ങ് പറയണം, 2ലൊന്നും അറിയാമല്ലോ. ഓ അത് ശരിയാ. കാറ് മെല്ലെ തിരിഞ്ഞ് ഗേറ്റ് കടന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. വിജയലക്ഷ്മി അരിശത്തോടെ അത് നോക്കി പല്ലുകൾ ഞെരിച്ചു. ഓരോരോ തെണ്ടികൾ പിന്നെയും പിന്നെയും കയറി വരുവാണല്ലോ. ഈശ്വര, രാഹുലിന് അമേരിക്കയിലെ ജോലിക്കാരൻ പറഞ്ഞ് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായത് അസുഖം. കാള വാല് വെക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തിനാണെന്ന്. ഇനിയിങ്ങ് വരട്ടെ അഴകിയ രാവണൻ. ചൂലെടുത്ത് മുഖത്തടിക്കും ഞാൻ. 1 മണി കഴിഞ്ഞു സുരഭി തിരിച്ചെത്തിയപ്പോൾ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി കല്യാണം? മായ അവളോട് ചോദിച്ചു. കല്യാണ വിശേഷങ്ങൾ സുരഭി വിശദമായി തന്നെ പറഞ്ഞു. അതൊക്കെ കേൾക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണെന്ന് സുരഭിക്ക് അറിയാമായിരുന്നു. വൈകാതെ അവൾക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കണം. ചേച്ചി പോയി കഴിഞ്ഞ് ഇവിടെ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, മായ പറഞ്ഞു. ആരെ? അതെനിക്കറിയത്തില്ല, മുമ്പ് ഇവിടെ വന്ന് കണ്ടിട്ടുമില്ല. വിജയമ്മ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ചായ ഇട്ട് കൊടുത്തു. ആരായിരിക്കും വന്നത്? വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് സുരഭി ചെന്നു. ആരാ വിജയച്ചി വന്നിട്ട് പോയത്? മായ പറഞ്ഞു. 2 പേര്. വിജയലക്ഷ്മി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിനക്ക് കല്യാണം ആലോചിക്കാൻ ഒരുത്തൻ. നല്ല 4 എണ്ണം പറഞ്ഞാൽ ഞാൻ വിട്ടത്. സുരഭി ഞെട്ടിപ്പോയി. ആരായിരുന്നു അത്? ചെട്ടിക്കുളങ്ങരയുള്ള രാമേന്ദ്രനെ നീ അറിയോ? കോളേജിൽ വാദ്യാരായിരുന്നു. പെണ്ണും പിള്ള മരിച്ചിട്ട് ഇപ്പോൾ കൊല്ലം 1 ആയതേ ഉള്ളൂ. ഇനി ക്ഷമിക്കാൻ വയ്യ, കല്യാണം കഴിച്ചേ അടങ്ങും. അതിനാ അവൻ്റെ അളിയനെയും കൊണ്ട് കയറി വന്നത്. ആലപ്പുഴ കോളേജിൽ പ്രൊഫസറായിരുന്ന രാമേന്ദ്രനെ അവൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അയാൾ കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നു. അവൾക്ക് അത്ഭുതം തോന്നി. ഗാഥയോട് പറഞ്ഞു ചിരിക്കാൻ പറ്റിയ വിഷയം. സുരഭിയുടെ മുഖത്ത് തെളിഞ്ഞ ചെറുപുഞ്ചിരി കണ്ടപ്പോൾ വിജയലക്ഷ്മിക്ക് സംശയമായി. എന്താ സുരഭി, നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? വിജയച്ചി എന്തായി പറയുന്നത്? എനിക്കിനി കല്യാണമോ? സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യമാണ്.
അവൾ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ മോള് കല്യാണപ്രായം നിൽക്കുമ്പോൾ അമ്മ കല്യാണം കഴിക്കാൻ പോയ നാട്ടുകാർ പുച്ഛിക്കും. അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ തലയുയർത്തി നടക്കാൻ പറ്റുമോ? വിജയലക്ഷ്മി ചോദിച്ചു. ആരോ കയറി വന്ന് എന്തോ പറഞ്ഞെന്ന് കരുതി എനിക്കിനി അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കെൻ്റെ കാതമോള് മാത്രമേ ഉള്ളൂ. വിജയലക്ഷ്മി അത് കേട്ടൊന്ന് ഊറിച്ചിരിച്ചു. കുഞ്ഞിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? എത്രയും വേഗം നമുക്ക് അവളുടെ കല്യാണം നടത്തണം. ഇനി വേറെന്താ നോക്കാനുള്ളത്? സുരഭി ഒന്ന് മൂളി. അന്ന് രാത്രി പതിവ് പോലെ 8 മണിയായപ്പോൾ ഭക്ഷണം കഴിഞ്ഞു. വിജയലക്ഷ്മി ടി വിയുടെ മുന്നിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മായ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി ജോലികൾ തീർക്കാൻ തുടങ്ങി. സുരഭി ബെഡ്റൂമിൽ ചെന്ന് ഈറനുണങ്ങിയ മുടി ചീകി പിന്നിടാൻ ആരംഭിച്ചു. അപ്പോഴാണ് മൊബൈലിൽ ഒരു കോള് വന്നത്. ഗാഥയാകുമെന്ന് വിചാരിച്ചാണ് അവൾ ചെന്ന് ഫോൺ എടുത്തത്. സേതുമാധവനായിരുന്നു അത്. ഹലോ. അവൾ കോൾ എടുത്തു. സംസാരിക്കാമോ ഇപ്പോൾ? അയാൾ ചോദിച്ചു. ഞാൻ ഫ്രീ ആണ്. സേതു എവിടെയാണിപ്പോൾ? ഞാൻ കന്യാകുമാരിയിൽ. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഹോട്ടൽ കേപ്പ് ഇൻ്റർനാഷണലിൻ്റെ 4ാമത്തെ നിലയിലെ 404 നമ്പർ മുറിയുടെ ബാൽക്കണിയിൽ. സുരഭിക്ക് ചിരി വന്നു. കൊള്ളാം, നല്ല വിവരണം. ബാക്കി കേൾക്കണ്ടേ? തെളിഞ്ഞ ആകാശം, മാനത്ത് ചന്ദ്രനുണ്ട്. കടലിന് മീതെ നിലാവ് വീണ് കിടക്കുന്നു. ഓളങ്ങൾക്ക് വെള്ളിയുടെ തിളക്കം. കറുത്ത നിഴൽരൂപം പോലെ കടലിൽ വിവേകാനന്ദ സ്മാരകം കാണുന്നു. തണുത്ത കാറ്റ് ബാൽക്കണിയിലേക്ക് കയറി വരുന്നു. കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അതെല്ലാം. പക്ഷേ എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? അയാൾ ചോദിച്ചു. വെള്ളക്കുർത്തയും പൈജാമയും വേഷം, കയ്യിൽ പാതി ഒഴിഞ്ഞ് വിസ്കി ഗ്ലാസ്. കള്ളൻ. പതിവാണിത്? അവൾ ചോദിച്ചു. രാത്രി ഭക്ഷണത്തിന് മുമ്പ് 2 ലാർജ്. പകൽ മുഴുവൻ വിശ്രമമില്ലാതെ വെയിലത്തും ചിലപ്പോൾ മഴയത്തും ഷൂട്ടിങ്. ആ ക്ഷീണവും തളർച്ചയും വിസ്കി അലിയിച്ച് കളയും. രാവിലെ വരെ സുഖമായി ഉറങ്ങും. ദുസ്വഭാവങ്ങളൊന്നും സേതുവിനില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ഉപദേശവും തരുന്നില്ല. നിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. അതെനിക്കിഷ്ടമായി. ഈ രാത്രിക്ക് ഒരു റൊമാൻറ്റിക് മൂഡ്. അതുകൊണ്ടാണ് സുരഭിയെ വിളിക്കണമെന്ന് തോന്നിയത്. രാത്രിക്ക് മാത്രമല്ലോ റൊമാൻറ്റിക്? കുസൃതി സ്വരത്തിൽ അവൾ ചോദിച്ചു. അല്ല പിന്നെ? എനിക്കും. സേതു, അവൾ വിളിച്ചു. പറയൂ. ഒന്നുമില്ല, ഞാൻ വെറുതെ. പറയണ്ട, എനിക്ക് മനസ്സിലാവും. സുരഭി ചെന്ന് വിൻഡോ കട്ടൻ മെല്ലെ മാറ്റി നോക്കി. ആകാശത്തെ ചന്ദ്രനെ അവൾക്കും കാണാൻ കഴിഞ്ഞു. ഒരു രസം കേൾക്കണോ? അവിടുത്തെ ചന്ദ്രൻ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ കണ്ടു. അവൾ പറഞ്ഞു. ചന്ദ്രനെ നോക്കി നമുക്ക് സംസാരിക്കാം അല്ലേ? സേതുമാധവനും സുരഭിയും സംസാരിച്ചു കൊണ്ടേയിരുന്നു. സമയം പോയത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രി ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് രോഷിനിയുടെ മൊബൈൽ ബെല്ലടിച്ചത്. ഓ, പപ്പയാണ്. മൊബൈൽ എടുത്തുകൊണ്ട് അവൾ റൂം തുറന്ന് പുറത്ത് കോറിഡോറിലേക്ക് ഇറങ്ങി. ഹോസ്റ്റൽ ഏതാണ്ട് നിശബ്ദമായിരുന്നു അപ്പോൾ. പക്ഷേ എല്ലാ മുറികളിലും വെളിച്ചമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള മെയിൻ റോഡിലൂടെ അപ്പോഴും വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്നുണ്ടായിരുന്നു. തലയണ ഉയർത്തി വെച്ച് ഗാഥ കട്ടിലിൽ ചാരിക്കിടന്നു. രോഷിനിയുടെ പപ്പയും അമ്മയും ഡിവേഴ്സായെങ്കിലും അവളുടെ പപ്പ ഒരു നല്ല മനുഷ്യനാണ്. അല്ലെങ്കിൽ അവളുടെ സകല എക്സ്പെൻസുകളും അദ്ദേഹം വഹിക്കുമായിരുന്നു. ധന്യ ചോദിച്ചു. രോഷിനി സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അവളുടെ പപ്പയും അമ്മയും നിയമപരമായി വേർപിരിഞ്ഞവരാണ്. രണ്ടുപേരും പിന്നെ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. അവളുടെ പപ്പ മാത്രമല്ല, അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണ് ആദ്യ ഭാര്യയുടെ മകളുടെ പഠിത്തത്തിൻ്റെ കംപ്ലീറ്റ് ചെലവുകൾ ഏൽക്കാൻ അവളുടെ പപ്പയെ സമ്മതിക്കുന്നത്. ഗാഥ പറഞ്ഞു. ശരിയാണ്. പുതിയ ബന്ധത്തിൽ അവളുടെ പപ്പയ്ക്ക് വേറെ 2 മക്കൾ കൂടി ഉണ്ടല്ലോ. രോഷിനിയുടെ മെഡിക്കൽ കോളേജിലെയും ഹോസ്റ്റലിലെയും ഫീസും മറ്റു ചെലവുകൾക്കും വേണ്ടി എല്ലാ മാസവും അതിനുള്ള തുക അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പപ്പ കൃത്യമായിട്ട് ഇടാറുണ്ട്. അവളുടെ മമ്മ സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിലും 1 രൂപ പോലും അവൾക്ക് കൊടുക്കാറില്ല. മമ്മയുടെ 2ാം ഭർത്താവ് അതിന് സമ്മതിക്കാറില്ല എന്നാണ് അറിവ്. പപ്പയുമായി സംസാരിച്ചു കഴിഞ്ഞ് രോഷിനി വീണ്ടും റൂമിലേക്ക് കയറി വന്നു. പപ്പ അടുത്താഴ്ച എന്തോ കാര്യത്തിന് സെക്രട്ടേറിയറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു രോഷിനിയുടെ മുഖത്ത്. ഗാഥ, ഞങ്ങൾക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, പെട്ടെന്ന് ധന്യ പറഞ്ഞു. അതേക്കുറിച്ച് ദിവസമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, രോഷിനിയും പറഞ്ഞു. ഗാഥ രണ്ടുപേരെയും ആശ്ചര്യത്തോടെ മാറി മാറി നോക്കി. എന്താണ് എനിക്കെതിരെയുള്ള നിങ്ങളുടെ ഗൂഢാലോചന? അവൾ ചോദിച്ചു. ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചാൽ നീ മറുപടി പറയണം. അത് കഴിഞ്ഞ് വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും, ധന്യ പറഞ്ഞു. ശരി, ചോദിക്കും. ഇത് കഴിഞ്ഞാൽ എന്താണ് നിൻ്റെ പ്ലാൻ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുമോ? രോഷിനി ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം.
PG കോഴ്സിന് ചേരണം. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയെപ്പോലെ ഗവൺമെൻറ് സർവീസിൽ. ഗാഥ പറഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം? അതെ. അതായത് നിനക്ക് പിന്നെ ഹരിപ്പാട്ട് നിന്ന് അമ്മയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കൂടെയുള്ള വിജയാൻ്റി എത്ര നാൾ കൂടെ കാണുമെന്ന് അറിയാനും പറ്റില്ല. അതായത് നിൻ്റെ അമ്മ വൈകാതെ ഒറ്റയ്ക്കാവും. ധന്യ പറഞ്ഞു. ഗാഥയ്ക്ക് മറുപടിയില്ലായിരുന്നു. അമ്മയ്ക്ക് ചെറുപ്പമാണ്, ഒരു കല്യാണം കഴിക്കാൻ പറ്റിയ സമയം. രോഷിനി പറഞ്ഞു. ഗാഥ അവരെ തന്നെ നോക്കിയിരുന്നു. നിന്റെ സേതുവങ്ങളും അമ്മയും തമ്മിൽ കല്യാണം കഴിക്കട്ടെ. നിനക്കറിയാലോ, അവർ ഒരിക്കലും സ്നേഹിച്ചിരുന്നവരാണ്, ഇപ്പോഴും സ്നേഹിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പരസ്പരം യോജിച്ചവർ. നിനക്ക് എതിരഭിപ്രായമുണ്ടോ? ധന്യ ചോദിച്ചു. ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊരു ഭാഗ്യം അമ്മയ്ക്ക് കിട്ടാനുമില്ല. എനിക്കറിയാം സേതുവങ്കിളുടെ ഓർമ്മയിൽ തന്നെ അമ്മ എത്രമാത്രം ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന്. എങ്കിൽ നമ്മൾ മുൻകൈ എടുത്ത് അവരുടെ കല്യാണം നടത്തുന്നു, രോഷിനി പറഞ്ഞു. പക്ഷെ അങ്കിൾ അതിന് തയ്യാറാവുമോ എന്നോർത്ത് അമ്മ പിന്മാറിയാലോ? അച്ഛൻ്റെ വീട്ടുകാർ എതിർത്താലോ? ഗാഥ ആശങ്കയോടെ പറഞ്ഞു. നമ്മൾ 3 പേരും കൂടി മുന്നോട്ടിറങ്ങി സകല തടസ്സങ്ങളും തകർക്കണം. നീ തയ്യാറാണോ? ധന്യ ചോദിച്ചു. ഞാൻ തയ്യാറാണ്, ഗാഥ പൂർണ്ണ മനസ്സോടെ പറഞ്ഞു. ശരി, ഈ നിമിഷം നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി പിന്നോട്ടില്ല. 3 കൂട്ടുകാരികളും ആത്മവിശ്വാസത്തോടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അധ്യായം 6. 3 കൂട്ടുകാരികളും അവരവരുടെ ബെഡുകളിൽ ഉറങ്ങാൻ കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്തെങ്കിലും പുറത്തുനിന്നുള്ള വെളിച്ചം ജനാല ചില്ലുകൾക്കുള്ളിലൂടെ റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് കരുതി ചാടിക്കയറിയൊന്നും ചെയ്യരുത്. നെഗറ്റീവ് ഫാക്ടേഴ്സ് പലതുമുണ്ട്. അതിനേക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നന്നായി പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം നീങ്ങണം, ധന്യ പറഞ്ഞു. അതെ, അമ്മയ്ക്കും അതുപോലെ സേതുവങ്കളുടെ ഉള്ളിൽ ആഗ്രഹം കാണുമായിരിക്കും. അവരത് പരസ്പരം പറയുമെന്ന് തോന്നില്ല. നടക്കാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചോദിച്ചാലും തുറന്ന് സമ്മതിക്കില്ല, ഗാഥ പറഞ്ഞു. നമ്മുടെ ഇൻറ്റേൺഷിപ്പ് തീരാൻ ഇനി ഏതാണ്ട് 6 മാസം കൂടിയുണ്ടല്ലോ. അതിനുള്ളിൽ നമുക്ക് അവരുടെ മനസ്സറിയണം, കാര്യങ്ങൾ ഒരു വഴിക്കെത്തിക്കണം. അത് നമുക്ക് പറ്റും. രോഷിനി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അങ്കിളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുമോ? ധന്യ ചോദിച്ചു. അവരെ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുമെന്ന് തോന്നില്ല. അമ്മയ്ക്ക് അവരെ ധിക്കരിക്കാൻ ബുദ്ധിമുട്ടും കാണും. അതിൽ നിന്നൊക്കെ അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം. അമ്മ സ്ട്രോങ് ആയില്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആകും, ഗാഥ പറഞ്ഞു. അത് മതി, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ, ധന്യ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ 3 പേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് മെഡിക്കൽ വാർഡിൽ OP ഡ്യൂട്ടി ആയിരുന്നു ഗാഥയ്ക്ക്. ഓരോ യൂണിറ്റിലായിരുന്നുകൊണ്ട് മെഡിക്കൽ വാർഡിലായിരുന്നു ധന്യയ്ക്കും ഡ്യൂട്ടി. സർജറിയിലായിരുന്നു രോഷിനിക്ക് പോകേണ്ടിയിരുന്നത്. തിങ്കളാഴ്ച ആയത് കാരണം OPയിൽ അസാമാന്യം തിരക്കുണ്ടായിരുന്നു. ആളുകൾക്ക് നീണ്ട ക്യൂ ആയിരുന്നു. രോഗിയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും മരുന്ന് കുറിച്ചും ഗാഥ തളർന്നു. ദാഹിച്ച് തൊണ്ട വരണ്ടെങ്കിലും ഒരു കപ്പിൽ വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഉച്ചഭക്ഷണ സമയത്ത് 3 കൂട്ടുകാരികളും കൂടി വീണ്ടും ഒത്തുകൂടി. എടി, ഓഫീസിൽ നിന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ നമുക്ക് ക്വാർട്ടേഴ്സ് തരാമെന്ന് പറഞ്ഞു. നോക്കണോ? ധന്യ ചോദിച്ചു. ഇൻറ്റേൺസിന് ക്വാർട്ടേഴ്സ് ഉണ്ട്. നേരത്തെ ഒഴിവില്ലാഞ്ഞത് കൊണ്ടാണ് അവർക്ക് ലേഡീസ് ഹോസ്റ്റലിൽ റൂം കിട്ടിയത്. വേണ്ടടി, ദൂരെ കൂടുതലല്ലേ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോഴുള്ള പ്രൈവസി കിട്ടത്തില്ല. 4 പേർക്കുള്ള ക്വാർട്ടേഴ്സിൽ 8 പേര് വരെ താമസിക്കേണ്ടി വരും. രോഷിനി ആ ഓഫർ തള്ളി. ശരിയാ, നമ്മുടെ പാവം ഹോസ്റ്റൽ റൂം തന്നെ മതി. പഴയ കട്ടിലും മേശയും കസേരയാണെങ്കിലും സ്വസ്ഥതയുണ്ടല്ലോ. അന്ന് രാത്രിയിൽ പതിവ് പോലെ 8 മണിയായപ്പോൾ ഗാഥ അമ്മയെ വിളിച്ചു. അവളുടെ വീട്ടിൽ കാത്തിരിക്കായിരുന്നു സുരഭി. കഴിച്ചോ? ഗാഥ തിരക്കി. ഇല്ല, നിന്റെ വിളി കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചു, ഹോസ്റ്റലിൽ 7:30ക്കാണ് സപ്പർ. അവിടെ ഇന്നെന്താണ് ഉണ്ടാക്കിയത്? ഗാഥ ചോദിച്ചു. പറയില്ല, നിന്നെ വെറുതെ കൊതിപ്പിക്കാൻ. കുറ്റിയിൽ വേകുന്ന അരിപ്പുട്ടിൻ്റെ മണം വരുന്നുണ്ട്, സുരഭി പറഞ്ഞു. ആവി പറക്കുന്ന പുട്ടും കടലയും അടുത്ത തവണ വരുമ്പോൾ അത് രണ്ടും ഉണ്ടാക്കിത്തരാൻ ഞാൻ മായച്ചിനോട് പറയും. ഇടയ്ക്കൊരു ദിവസം വന്നിട്ട് പോകുമോളെ. ആഗ്രഹമുണ്ടമ്മേ, പക്ഷെ അതിരിക്കട്ടെ. സേതുവങ്ങൾ പിന്നെ വിളിച്ചോ? 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നു, കന്യാകുമാരിയിൽ നിന്ന്. അവിടെ നിന്ന് പോയില്ല ഇതുവരെ. ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കുമെന്ന്. എന്നേക്കാൾ പ്രായമുള്ളവരെ വിളിക്കാൻ മറന്നില്ല. അല്പം ഒരു പരിഭവം നടിച്ച് ഗാഥ പറഞ്ഞു. പോടി, നീ ഹോസ്റ്റലിലാണോ അതോ ഡ്യൂട്ടിയിലാണോ എന്നറിയാത്തത് കൊണ്ടായിരിക്കും സേതു വിളിക്കാഞ്ഞത്. എന്നെ വിളിക്കുമ്പോൾ നിൻ്റെ കാര്യങ്ങൾ വിശദമായി ചോദിക്കാറുണ്ട്. സ്വന്തം മോളെപ്പോലെ സേതുവിന് നിന്നെ. ഗാഥ ഒന്ന് ചിരിച്ചു. എന്നെ വിളിച്ചില്ലെങ്കിലും അമ്മയെ വിളിച്ചാൽ മതി. നിങ്ങൾ 2 പേരല്ലേ ഫ്രണ്ട്സ്. ഞാൻ വെറും ഫ്രണ്ടിൻ്റെ മകള്. എന്നാലും അങ്കിൾ ഒരു പാവല്ലേ? അതെ, നല്ലൊരു മനസ്സിൻ്റെ ഉടമയെ സേതു. പക്ഷെ ജീവിതം ഒരുപാട് ദുഃഖങ്ങളാണ് നൽകിയത്. സേതുവിൻ്റെ ഫാമിലി ലൈഫ് ഒട്ടും സന്തോഷകരമായിരുന്നില്ല. അതാണ് 2 പേരും പിരിഞ്ഞത്.
സുരഭി പറഞ്ഞു. ഒരു മോളുണ്ടെന്ന് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി ഡൽഹിയിൽ +2 പഠിക്കുകയാണ്. സേതുവിനെ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് കാണാൻ ചെല്ലാറുമുണ്ട്. ആ കുട്ടിയുടെ അമ്മ അവർ വീണ്ടും കല്യാണം കഴിച്ചു. ഇപ്പോൾ ഫ്രാൻസിലോ മറ്റോ ആണെന്നാണ് സേതു പറഞ്ഞത്. അപ്പം മോള് തനിച്ചാണോ? അല്ല, അമ്മയുടെ ബന്ധുക്കൾ ഡൽഹിയിലുണ്ട്, അവരുടെ കൂടെയാണ്. അങ്കിൾ എന്താ അമ്മയെ കല്യാണം കഴിക്കാത്തത്? ഹീസ് സ്റ്റിൽ ആൻഡ് യങ് ഹാൻസം. ഗാഥ പറഞ്ഞു. അതൊക്കെ നമ്മൾ എങ്ങനെ ചോദിക്കും മോളെ? ഒറ്റക്കായിരിക്കും നല്ലത് എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും. ജോലി അത്ര അല്ലേ, എന്നും ട്രാവല്, ഫാമിലി ഉണ്ടായ ഈ ഫ്രീഡം കുറയില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ജോലി കുറച്ച് കഴിയുമ്പോൾ മടുക്കുമെന്നാണ്. അപ്പോൾ സപ്പോർട്ടിന് ഒരു ഫാമിലി കൂടിയേ തീരൂ. അതൊക്കെ സേതുവിൻ്റെ ഇഷ്ടം, നമുക്കതിൽ കാര്യമൊന്നുമില്ലല്ലോ. നിൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? സുരഭി പെട്ടെന്ന് വിഷയം മാറ്റി. ഹാപ്പിയാണ്. ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരാനിരിക്കുകയാണ്. പക്ഷെ ലീവ് പ്രശ്നമാണ്. 2 ദിവസമെങ്കിലും കിട്ടാതെ വന്നിട്ട് കാര്യമില്ല. മണ്ണാർശാലയിലും അമ്പലപ്പുഴയിലൊക്കെ പോകണമെന്ന് അവർ പറയുന്നു. സൗകര്യം കിട്ടുമ്പോൾ വരാൻ നോക്ക്, അല്ലാതെ ഞാനെന്ത് പറയാനാ? അല്പം നേരം കൂടി സംസാരിച്ചിട്ടാണ് അവർ സംസാരം അവസാനിപ്പിച്ചത്. ഗാഥയ്ക്ക് ഒരു കാര്യത്തിൽ സന്തോഷം തോന്നി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ള എപ്പിസോഡാണ് വേറെ ദ്രാവിഡറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി 2 എപ്പിസോഡിലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നാളെ വീണ്ടും കേൾക്കാം, കാണാം എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.